ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയെപ്പോലും വെല്ലുന്ന ഒരു തിരക്കഥ, മാസങ്ങളോളം നീണ്ട ഒരുക്കങ്ങൾ, പോലീസിനെ പോലും ഞെട്ടിച്ച് ഒരൊറ്റ തുമ്പ് പോലും ബാക്കി വെക്കാതെ നടത്തിയ ഒരു വമ്പൻ കവർച്ച. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളം കണ്ട എക്കാലത്തെയും ബുദ്ധിപരമായ ബാങ്ക് മോഷണങ്ങളിലൊന്നായ ചേലേമ്പ്ര ബാങ്ക് കവർച്ചയുടെ കഥയാണ്. ഇതൊരു കടങ്കഥയല്ല കേട്ടോ. കേരള പോലീസിനെ മാസങ്ങളോളം തലപുകയിപ്പിച്ച ഒരു യഥാർത്ഥ ചോദ്യമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറമേന്ന് നോക്കുമ്പോൾ ഒരു പോരൽ പോലുമില്ലാത്തൊരു ഉരുക്കുവാതിൽ, പക്ഷെ അതിനുള്ളിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും കാണാനില്ല. ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, ഒരു സാക്ഷി പോലുമില്ലാതെ, ഒരു പൂട്ടുപോലും പൊളിക്കാതെ അവരതെങ്ങനെ സാധിച്ചു? വാ, ഈ അവിശ്വസനീയമായ കുറ്റകൃത്യത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കഥയുടെ ഓരോ ഘട്ടവും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം ഈ മോഷണം എങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾ കാണും. പിന്നെ കവർച്ചയുടെ പ്ലാനിംഗ് എങ്ങനെയായിരുന്നു, ആ നിർണായക രാത്രിയിൽ എന്താണ് സംഭവിച്ചത്, പോലീസിന്റെ അന്വേഷണം എങ്ങനെ വഴിമുട്ടി, അവസാനം ഡിറ്റക്റ്റീവുകൾ എങ്ങനെ ഈ കേസ് തെളിയിച്ചു എന്നൊക്കെ നമുക്ക് കാണാം. നമ്മുടെ കഥ തുടങ്ങുന്നത് മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര എന്ന ഒരു സാധാരണ ഗ്രാമത്തിലാണ്. വലിയ ബഹളങ്ങളോ തിരക്കോ ഇല്ലാത്ത, മിക്കവാറും എല്ലാവർക്കും അങ്ങോട്ടുമിങ്ങോട്ടും അറിയാവുന്ന ശാന്തമായൊരിടം. ഇങ്ങനെയൊരു സ്ഥലത്ത് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു വമ്പൻ ബാങ്ക് കവർച്ച നടക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇതാണ് നമ്മുടെ കഥയിലെ കേന്ദ്രം, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ ചേലേമ്പ്ര ശാഖ. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ താഴത്തെ നിലയിൽ ആരുടെയും പ്രത്യേക ശ്രദ്ധയൊന്നും കിട്ടാതെ പ്രവർത്തിച്ചിരുന്ന ഒരു സാധാരണ ബാങ്ക്. നൂറുകണക്കിന് സാധാരണക്കാർ അവരുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ഒരിടം. പക്ഷേ അവർക്കാർക്കും അറിയില്ലായിരുന്നു ആ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകാൻ പോവുകയാണെന്ന്. ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. മുകളിലെ നിലയിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നു, ലോണിന് അപേക്ഷിക്കുന്നു, ജീവനക്കാർ സാധാരണ പോലെ ജോലി ചെയ്യുന്നു. പക്ഷെ അവരാരും അറിഞ്ഞില്ല, അവരുടെ എല്ലാം കാലിനടിയിൽ ആ കെട്ടിടത്തിന്റെ തറ തുറന്നുകൊണ്ട് ഒരു വലിയ കവർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങളായി നടക്കുകയായിരുന്നു എന്ന്, അതും തികഞ്ഞ നിശബ്ദതയിൽ. 2007 ഡിസംബർ 31, പുതുവർഷത്തിന് തൊട്ടു മുൻപത്തെ ദിവസം രാവിലെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാർ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. സ്ട്രോങ് റൂം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ എങ്ങനെ? ഒരു വാതിൽ പോലും പൊളിച്ചിട്ടില്ല, അലാറം അടിച്ചില്ല, ആരും ഒന്നും കണ്ടിട്ടുമില്ല. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്ട്രോങ് റൂമിന്റെ ഉരുക്കുവാതിൽ അപ്പോഴും പുറത്തുനിന്ന് ഭദ്രമായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസിന്റെ തലപുകഞ്ഞ ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളന്മാർ വാതിലിലൂടെയല്ല അകത്തു വന്നത്, മറിച്ച് മാസങ്ങളോളം ക്ഷമയോടെ അതിസൂക്ഷ്മമായി പ്ലാൻ ചെയ്ത് അവരുണ്ടാക്കിയ ഒരു പുതിയ വഴിയിലൂടെയായിരുന്നു അവരുടെ വരവ്. ഇതായിരുന്നു ആ കവർച്ചയുടെ മാസ്റ്റർ പ്ലാൻ. ഏതൊരു വലിയ കളിക്കും ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. ഇവരുടെ ആദ്യത്തെ നീക്കം തന്നെ കിടുവായിരുന്നു. സിമ്പിൾ പക്ഷേ ബ്രില്യൻറ്റ്. ബാങ്കിന്റെ സ്ട്രോങ് റൂമിന് നേരെ താഴെ ഒഴിഞ്ഞുകിടന്നൊരു കടമുറി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനാണെന്ന പേരിൽ അവർ വാടകയ്ക്കെടുത്തു. പക്ഷേ അവരുടെ യഥാർത്ഥ ലക്ഷ്യം ബിസിനസ് ആയിരുന്നില്ല, നേരെ മുകളിലുള്ള കോടികളായിരുന്നു. ഇതൊന്നും ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് ചെയ്തൊരു കവർച്ചയല്ല കേട്ടോ. അതാണ് ഇവരുടെ പ്ലാനിന്റെ ഏറ്റവും വലിയ വിജയം. ഓഗസ്റ്റിൽ അവർ ആ മുറി വാടകയ്ക്കെടുക്കുന്നു. സെപ്റ്റംബറിൽ റിനോവേഷൻ എന്ന പേരിൽ യഥാർത്ഥ പണി തുടങ്ങുന്നു. നവംബറോടെ തുരങ്കം പണി നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. അവസാനം ഡിസംബറിലെ ക്രിസ്മസ് പുതുവർഷ അവധിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. 4 മാസത്തെ ക്ഷമ, ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, മാസങ്ങളോളം കോൺക്രീറ്റ് തുരന്നിട്ട് ആരും കേട്ടില്ലേ? അവിടെയാണ് അവരുടെ ബുദ്ധി നമ്മൾ കാണുന്നത്. അടുത്തുള്ള മറ്റു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന്റെ മറവിലാണ് അവർ തുരങ്കം പണിതത്, ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ. പിന്നെ തുരക്കുമ്പോൾ വരുന്ന കല്ലും മണ്ണുമെല്ലാം ചാക്കുകളിലാക്കി രാത്രി ആരും കാണാതെ കൊണ്ടുപോയി കളഞ്ഞു. പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും അതൊരു സാധാരണ റെസ്റ്റോറൻറ്റ് പണിയായിട്ടേ തോന്നുമായിരുന്നുള്ളൂ. അങ്ങനെ മാസങ്ങളുടെ തയ്യാറെടുപ്പ് തീർന്നു, തുരങ്കം റെഡി. ഇനി വേണ്ടത് ഒരൊറ്റ കാര്യമാണ്, പെർഫെക്റ്റ് ടൈമിംഗ്. ബാങ്ക് തുടർച്ചയായി അടഞ്ഞുകിടക്കുന്ന ഒരു നീണ്ട വീക്കെൻഡ്, ക്രിസ്മസും പുതുവത്സരമൊക്കെയായി വന്ന ആ അവധി ദിവസങ്ങൾ അവർക്ക് കിട്ടിയ ഒരു സുവർണ അവസരം പോലെയായിരുന്നു. ആരും ശ്രദ്ധിക്കില്ല, ആർക്കും സംശയം തോന്നില്ല. അങ്ങനെ ആ അവധി ദിവസങ്ങളിലൊന്നിൽ ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ അവർ അവസാനത്തെ കോൺക്രീറ്റ് പാളിയും തകർത്തു. സിനിമയിലൊക്കെ കാണുന്ന പോലെ പൊടിയും കല്ലുമൊക്കെ മാറ്റി അവർ അകത്തേക്ക്, ബാങ്കിന്റെ ഹൃദയത്തിലേക്ക്, ആ സ്ട്രോങ് റൂമിലേക്ക് പ്രവേശിച്ചു. അവർ സ്ട്രോങ് റൂമിന്റെ പ്രധാന വാതിൽ തൊട്ടിട്ടേയില്ല. അതിനെ പൂർണ്ണമായും ബൈപ്പാസ് ചെയ്താണ് അവർ അകത്ത് കയറിയത്. എന്നിട്ട് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് ലോക്കറുകൾ ഓരോന്നായി മുറിച്ചു മാറ്റി. അതിൽ നിന്ന് അവർ വാരിക്കൂട്ടിയത് എത്രയാണെന്നറിയുമോ? 80 കിലോഗ്രാം സ്വർണം. ഒന്ന് ഓർത്തു നോക്കിക്കേ, 80 കിലോ സ്വർണം മാത്രമല്ല, കൂടെ 50 ലക്ഷം രൂപ പണമായും എടുത്തു. 2007 കണക്കനുസരിച്ച് ഏകദേശം 8 കോടി രൂപയുടെ മുതൽ.
അന്നത്തെ കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായിരുന്നു അത്. ബാങ്കിൽ നിന്ന് ഫോൺ വന്നപ്പോൾ പോലീസ് ആദ്യം കരുതിയത് സാധാരണ വല്ല മോഷണക്കേസുമായിരിക്കുമെന്നാണ്. പക്ഷെ സ്പോട്ടിലെത്തിയപ്പോൾ അവർ ശരിക്കും ഞെട്ടി. തങ്ങളുടെ കരിയറിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ക്രൈം സീൻ, ഒരു തുമ്പുമില്ലാത്തൊരു പെർഫെക്റ്റ് ക്രൈം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു നൂൽപ്പഴുത് പോലുമില്ലായിരുന്നു. ഒരു ഫിംഗർ പ്രിൻ്റ് ഇല്ല, സാക്ഷികളില്ല, എല്ലാം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പ്രൊഫഷണൽ ഗ്യാസ് കട്ടറുകളുടെ ഉപയോഗവും മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങും കണ്ടപ്പോൾ അവർക്കൊന്നും ഊഹിക്കാമായിരുന്നു. ഇത് ചെയ്തത് സംസ്ഥാനത്തിന് പുറത്തുള്ള അതിവിദഗ്ധരായ ഒരു വൻ സംഘം തന്നെയാണെന്ന്. പോലീസിനെ വഴിതെറ്റിക്കാൻ അവരൊരു സൂത്രപ്പണി ഒപ്പിച്ചിരുന്നു. സ്ട്രോങ് റൂമിലെ ചുമരിൽ ജയ് മാവോ എന്ന് എഴുതി വച്ചു. അന്വേഷണം മാവോയിസ്റ്റുകളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ബുദ്ധിപരമായ ശ്രമമായിരുന്നു അത്. പക്ഷേ നമ്മുടെ പോലീസ് അത്ര മണ്ടന്മാരല്ലല്ലോ. അവർ ആ കിണിയിൽ വീണില്ല. അവർക്കറിയാമായിരുന്നു ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ആണെന്ന്. ഒരു തുമ്പുമില്ലാത്ത ആ കേസിൽ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും പോലീസിന് അറിയില്ലായിരുന്നു. എന്നാലും പെർഫെക്റ്റ് ക്രൈം എന്ന് എല്ലാവരും പറഞ്ഞ ആ കേസിൽ കുറ്റവാളികൾ അറിയാതെ വിട്ടുപോയ എന്തെങ്കിലും ഒരു ചെറിയ പിഴവിനായി അവർ ക്ഷമയോടെ കാത്തിരുന്നു. ഈ കേസ് തെളിയിച്ചത് ഒരൊറ്റ വലിയ കണ്ടെത്തലിലൂടെയല്ല, മറിച്ച് ആരും ശ്രദ്ധിക്കാത്ത ഒരുപാട് ചെറിയ തുമ്പുകൾ ചേർത്തുവെച്ചാണ്. ദിവസങ്ങളോളം പോലീസ് ആ പരിസരം മുഴുവൻ അരിച്ചുപെരുക്കി. ഒടുവിൽ ആളൊഴിഞ്ഞൊരിടത്തു നിന്ന് കുറച്ച് കാർഡ്ബോർഡ് പെട്ടികൾ കെട്ടി. ഗ്യാസ് കട്ടറുകൾ കൊണ്ടുവന്ന പെട്ടികളായിരുന്നു അത്. അതിലൊരെണ്ണത്തിൽ കീറിപ്പറഞ്ഞൊരു സ്റ്റിക്കറിൽ ഒരു ഫോൺ നമ്പർ. അതായിരുന്നു അവർ കാത്തിരുന്ന ആദ്യത്തെ ബ്രേക്ക് ത്രൂ. അതേസമയം തന്നെ ഫോറൻസിക് ടീമിന് ക്രൈം സീനിൽ നിന്ന് ആകെ ഒരു മുടിയിഴ കിട്ടിയിരുന്നു. അതൊരു നിർണായക തെളിവായി മാറി. DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ആ മുടി പോലീസിന്റെ ക്രിമിനൽ റെക്കോർഡിലുള്ള ഒരാളുടേതാണെന്ന് തെളിഞ്ഞു. ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ 2 ശക്തമായ തുമ്പുകളുണ്ട്. ഒരു ഫോൺ നമ്പറും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഒരു പ്രതിയുടെ സാന്നിധ്യവും. പിന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. ആ ഫോൺ നമ്പർ വെച്ച് അവർ സംഘത്തിലെ തലവനെ പൊക്കി. അയാളിൽ നിന്ന് അവർ ഉപയോഗിച്ച വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. ആ വാഹനം പോയ വഴിയെ പോയി പോലീസ് ഒടുവിൽ അവരുടെ ഒളിത്താവളം വളഞ്ഞു. മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്ത ആ പെർഫെക്റ്റ് ക്രൈം വെറും 2 മാസം കൊണ്ട് പോലീസ് പൊളിച്ചെടുക്കി. ശരിക്കും ഇതൊരു ബുദ്ധിയുടെ യുദ്ധമായിരുന്നു. ഒരു വശത്ത് കുറ്റവാളികളുടെ ക്ഷമയും പ്ലാനിങ്ങും, മറുവശത്ത് പോലീസിന്റെ സ്ഥിരോത്സാഹവും സൂക്ഷ്മതയും. കുറ്റവാളികൾ എത്രയൊക്കെ ബുദ്ധിമാന്മാരാണെങ്കിലും നിയമത്തിന്റെ കണ്ണു വെട്ടിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് ഈ കേസ് തെളിയിച്ചു. ചേലേമ്പ്ര ബാങ്ക് കവർച്ചയുടെ കഥ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ശരിക്കും ഒരു പെർഫെക്റ്റ് ക്രൈം എന്ന് പറയുന്ന ഒന്നുണ്ടോ? അതോ ഓരോ കുറ്റവാളിയും അറിയാതെ എവിടെയെങ്കിലും ഒരു തെളിവ് ബാക്കി വയ്ക്കുമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണാം. കണ്ടതിന് നന്ദി. സ്റ്റേ ട്യൂൺഡ്.